റാപ്പർ വേടനെതിരായ പുലിപ്പല്ല് കേസിൽ അടപടലം പൊളിഞ്ഞ് വനം വകുപ്പ്. വേടനെതിരെ പ്രഥമ ദൃഷ്ട്യാ കുറ്റകൃത്യമില്ലെന്ന് പെരുമ്പാവൂർ മജിസ്ട്രേറ്റ് കോടതി വ്യക്തമാക്കി. വേടനെതിരെ നിലപാടെടുത്ത വനം മന്ത്രി AK ശശീന്ദ്രൻ ഇന്ന് മലക്കം മറിഞ്ഞു. CPIM പുലിപ്പല്ല് കേസിനെ രൂക്ഷമായ ഭാഷയിൽ തള്ളിപ്പറഞ്ഞതോടെ വനം വകുപ്പ് പ്രതിരോധത്തിലായി. റാപ്പർ വേടനെതിരായ പുലിപ്പല്ല് കേസിലെ ജാമ്യ ഉത്തരവ് പുറത്തു വന്നതോടെയാണ് വനം വകുപ്പിന്റെ മുൻവിധിയും ധാർഷ്ട്യവും അടപടലം പൊളിഞ്ഞത്. വേടനെതിരെ പ്രഥമ ദൃഷ്ട്യാ കുറ്റകൃത്യമില്ലെന്ന് പെരുമ്പാവൂർ മജിസ്ട്രേറ്റ് കോടതിയുടെ ജാമ്യ ഉത്തരവിൽ പറയുന്നു. റാപ്പർ വേടന്റെ മാലയിലേത് പുലിയുടെ പല്ല് തന്നെയാണോ എന്ന് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അത് കണ്ടെത്തേണ്ടത് ശാസ്ത്രീയ പരിശോധനയിലാണ്. റാപ്പർ വേടനെതിരെ സമാനമായ കുറ്റകൃത്യം മുമ്പില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. പൊതുവികാരം എതിരാണെന്ന് തിരിച്ചറിഞ്ഞ് വനം മന്ത്രിയും മലക്കം മറിഞ്ഞു. നിരപരാധിത്വം കോടതിയിൽ തെളിയിക്കട്ടെ എന്ന് മുമ്പ് പറഞ്ഞ AK ശശീന്ദ്രൻ അറസ്റ്റിൽ ജാഗ്രതക്കുറവുണ്ടായെന്ന് ഇന്ന് സമ്മതിച്ചു. ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ മുഖ്യ വനപാലകൻ രാജേഷ് രവീന്ദ്രനെ ചുമതലപ്പെടുത്തി. പുലിപ്പല്ലിന് സമാനമായ ആഭരണം അണിഞ്ഞതിന് സുരേഷ് ഗോപി അടക്കമുള്ളവർക്ക് നേരെയുണ്ടായ സമീപനം നീതിയാണെങ്കിൽ ആ നീതി വേടനും കിട്ടണം. നാടിന്റെ സ്വത്താണ് വേടനെന്നും മന്ത്രി പറഞ്ഞു. അദ്ദേഹത്തെ പോലുള്ള ഒരാളുടെ പ്രശ്നം കൈകാര്യം ചെയ്യുമ്പോൾ കുറച്ചുകൂടി സൂക്ഷ്മത വേണമായിരുന്നു. പുതിയതായി ചാർജ് എടുത്ത ഹെഡ് ഓഫ് ഫോറസ്റ്റ് രാജേഷ് രവീന്ദ്രനോട് അത് സംബന്ധിച്ച് സമഗ്രമായൊരു പരിശോധന, അല്ലാതെ ഒരു കുറ്റം ചുമത്തിയ ചാർജല്ല. ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെടുന്ന പ്രശ്നങ്ങളിൽ ഉദ്യോഗസ്ഥന്മാർ സ്വീകരിക്കേണ്ട നിലപാട് സംബന്ധിച്ച് ഞാൻ ഇന്നലെ തന്നെ ഉദ്യോഗസ്ഥന്മാരുടെ യോഗത്തിൽ സംസാരിച്ചിട്ടുണ്ട്. ഇതോടെ തനിക്ക് സർക്കാർ സംവിധാനങ്ങളിൽ നിന്ന് നേരിടേണ്ടി വന്ന ഇരട്ടത്താപ്പ് രാഷ്ട്രീയ തെളിമയോടെ വേടൻ വിശദീകരിച്ചു. സമൂഹത്തിലെ ഇരട്ടനീതി തന്റെ അറസ്റ്റോടെ ബോധ്യപ്പെട്ടു. നമ്മുടേത് വിവേചനമുള്ള സമൂഹമാണ്, ഇവിടെ എല്ലാവരും ഒരുപോലെയല്ല. വേടൻ രാഷ്ട്രീയം സംസാരിച്ചു. ഇതായിട്ട് വേടനൊന്നും പറയാനൊന്നുമില്ല. ഇരട്ടനീതി നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ. അത് ചോറക്കത്തിനുള്ള ആൾക്കാരല്ലേ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. ഒരു കലാകാരൻ പൊതുസ്വത്താണ്. ഒരു കലാകാരൻ രാഷ്ട്രീയത്തെക്കുറിച്ചും അവൻ്റെ ചുറ്റുപറ്റും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കേണ്ട ആൾ തന്നെയാണ്. വനം വകുപ്പിന്റെ പുലിപ്പല്ല് കേസിനെ നിശിത ഭാഷയിലാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തള്ളിപ്പറഞ്ഞത്. ഒരു ചെറുപ്പക്കാരനോട് സ്വീകരിക്കേണ്ട നിലപാട് ഇതല്ലെന്ന് ഗോവിന്ദൻ ചൂണ്ടിക്കാട്ടി. പുലിന്റെ നഖവും മറ്റേ പല്ലുമെല്ലാം എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത് അദ്ദേഹം തന്നെ പറയേണ്ടായി. എനിക്കൊരാൾ തന്നതാണ്, ഞാനിത് ഉപയോഗിക്കുമ്പോൾ ഇത്രത്തോളം അപകടകരമാണ് എന്നൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ആ ഒരു ചെറുപ്പക്കാരനോട് എടുക്കേണ്ട നിലപാടല്ല. ആദ്യത്തെ ശരിയായിരുന്നു. കഞ്ചാവ് ഉപയോഗിച്ചിട്ടുണ്ട് അദ്ദേഹം തന്നെ പറഞ്ഞു. അതിന് കേസെടുത്തു, അതിന് ജാമ്യം കിട്ടി. അപ്പോഴാണ് ഈ മാല കാണുന്നത്. മാല കണ്ടതിന് ശേഷം തുടങ്ങിയിട്ടുള്ള ഒരു പുതിയ തലത്തിലേക്ക് അതിനെ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ച നിലപാടാണ് യഥാർത്ഥത്തിൽ വിമർശനാത്മകമായ രീതിയിൽ കണ്ടത്. വേടന് ശ്രീലങ്കൻ ബന്ധമുണ്ടെന്ന വനം വകുപ്പിന്റെ നിലപാട് തെമ്മാടിത്തവും അസംബന്ധവുമെന്ന് ജോൺ ബ്രിട്ടാസ് MP ഫേസ്ബുക്ക് പോസ്റ്റിൽ വിമർശിച്ചു. വേടൻ കഴുത്തിലിട്ടത് ആറ്റം ബോംബൊന്നുമല്ല. എത്രയോ വീടുകളിൽ വന്യമൃഗങ്ങളുടെ ശരീരഭാഗം കൊണ്ടുള്ള കരകൗശല വസ്തുക്കൾ കാണും. വന്യമൃഗങ്ങളുടെ ശല്യമാണ് ഇപ്പോൾ കേരളത്തിലെ പ്രധാന പ്രശ്നം. എന്നാൽ ഇപ്പോഴും അടുക്കളയിൽ കയറി കറിച്ചട്ടി പൊക്കാൻ നോക്കുന്ന ഉദ്യോഗസ്ഥരുണ്ട്. ഇത്തരം അത്യുത്സാഹമൊന്നും കേരള സമൂഹം അംഗീകരിക്കില്ലെന്നും ജോൺ ബ്രിട്ടാസ് പറഞ്ഞു. വേടനോട് സർക്കാർ ചെയ്തത് തെറ്റെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. ജനസമ്മതിയുള്ള കലാകാരനെ അപമാനിച്ചതിന് മുഖ്യമന്ത്രി പിണറായി മാപ്പ് പറയണം. റാപ്പർ വേടനെ പോലെയുള്ള ജനസമ്മതിയുള്ള ഒരു കലാകാരനെ ഈ തരത്തിൽ ഗവൺമെൻറ് അപമാനിക്കാൻ പാടില്ലായിരുന്നു. ചെയ്തത് തെറ്റാണ്. അതിന് മുഖ്യമന്ത്രി തന്നെയാണ് ഇതിന് അദ്ദേഹത്തോട് മാപ്പ് പറയുകയാണ് വേണ്ടത് എന്ന് എനിക്ക് പറയാം. വനമന്ത്രിയുടെ പ്രസ്താവന നീതി ഒരുപോലെ നടപ്പാക്കിയില്ല എന്നതിന്റെ രോദനമാണെന്ന് SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. നീതി എല്ലാവർക്കും ഒരുപോലെ നടപ്പാക്കണമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. അതേസമയം അന്വേഷണ സംഘത്തെ വനമന്ത്രി തള്ളിപ്പറഞ്ഞതിൽ ഉദ്യോഗസ്ഥർക്ക് അതൃപ്തിയുണ്ടെന്നാണ് റിപ്പോർട്ട്. അറസ്റ്റ് സംബന്ധിച്ച് മന്ത്രിക്ക് വിശദമായ മറുപടി നൽകാനാണ് ഉദ്യോഗസ്ഥരുടെ തീരുമാനം. അതേസമയം വേടനെതിരെ കൂടുതൽ തെളിവ് ശേഖരിക്കാനാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വനം വകുപ്പിന്റെ നിർദ്ദേശം. പുലിപ്പല്ല് നൽകിയതായി പറയുന്ന രഞ്ജിത്ത് കുമ്പിടിയെ കണ്ടെത്തും. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.